അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ബങ്കി. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് നമ്മൾ മെയിനായിട്ട് ഇഫ്താർ ടൈമിലും പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇഷ്ടമായ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുക. ബീഫ് നമ്മൾ എത്രയാണോ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണേ എടുക്കാൻ. ഒരു കൃത്യ അളവൊന്നുമില്ല, എന്നാലും ബീഫ് ഫില്ലിങ്ങിൽ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വേവാൻ വെച്ച സമയം കൊണ്ട് ആ ഒരു ബങ്കിക്ക് ആവശ്യമായിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണയോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മൾ സാധാരണ നോർമൽ വാട്ടർ മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലെങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണേ. ഇനി ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. സവാള ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവൊന്നും പറയാത്തത്, നമ്മൾ എത്രയാണോ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കുക നമ്മൾ ഈ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ബീഫും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഈ ഒരു സവാള ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ഓൾറെഡി ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അത് മതിയാകും. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാടങ്ങ് അരിഞ്ഞു പോകരുത്. എല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതോടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ഭംഗി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഓരോ ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മളെ ഡോന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നുമെന്ന് തന്നെ നമുക്ക് 3 ഭംഗിയുടെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് 1 കപ്പ് മൈദക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഓരോ ബോൾസും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ റൗണ്ടിൽ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലോ ഗീയോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നങ്ങ് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 3ആയിട്ട് ആ ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു 3 പീസ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്നും ഓരോ പീസും ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം കുറച്ച് വീതിയിൽ വേണേ പരത്തി കൊടുക്കാൻ. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം കൂടി നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കുക. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിലുള്ള ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി കണ്ടില്ലേ, ആ ഒരു വീതിയുള്ള ഭാഗത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഓയിലോ ഗീയോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ല, ഇനി ഇതുപോലെ ഓരോന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്നങ്ങ് കുറച്ച് ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 സൈഡും ഒന്നങ്ങ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാടങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ഇപ്പോൾ കൂടുതൽ സ്നാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇഫ്താർ ടൈമിലൊക്കെയാണ് നമ്മളിത് റമദാനൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ റമദാൻ പ്രിപ്പറേഷനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സിപ്ലോ കവറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിൽ ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി കൊണ്ട് അത്യാവശ്യം ഒരു 10-20-25ഓളം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കുറേ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും പിന്നെ നോമ്പ് തുറയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈവൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. നമുക്കിത് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും കൂടുതൽ ടേസ്റ്റ് ആ ഒരു ബീഫ് ബങ്കിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധിക പേർക്കും അറിയാവുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.